എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിൻ്റെ ഒബ്ജക്റ്റീവ് ഇംഗ്ലീഷ് എങ്ങനെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാമെന്നുള്ള സ്ട്രാറ്റജി വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2021 2024 പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് ഒബ്ജക്റ്റീവ് ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ളത് എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പറയുന്ന ചോദ്യങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതായത് ബുക്ക് ലിസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന 3 ടൈപ്പ് ഓഫ് ആസ്പിറൻസ് ആണ്. ഒന്ന് കേരള PSC ആസ്പിറൻസ്, രണ്ടാമത്തേത് SSC RRB പോലുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, മൂന്നാമത്തെ UPSC ആസ്പിറൻസ്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ആസ്പിറൻസിൻ്റെയും ലേണിംഗ് ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻ്റ് ആണ്. നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ ലേണിംഗ് ബാക്ക്ഗ്രൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ടൈപ്പ് ബുക്കുകൾ നിങ്ങൾ റെഫർ ചെയ്യണം, എങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യാമെന്നും നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ഒബ്ജക്റ്റീവ് ടോപ്പിക്സിൻ്റെ ഫ്രീ കവറേജ് നമ്മൾ ഫ്രീ നോട്ട്സ് എന്ന രീതിയിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. നല്ല രീതിയിലുള്ള നോട്ട്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് പോകുന്നത്. ആ ഒരു ടെലിഗ്രാം ചാനൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവിനായിട്ട് നമ്മളൊരു പെയ്ഡ് ബാച്ച് നമ്മൾ ജൂലൈ 15 സ്റ്റാർട്ട് ചെയ്യുവാണ്. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് ഒരു ലോങ് ടേം പ്രിപ്പറേഷനിലൂടെ നമുക്ക് ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിൻ്റെ ഡിസ്ക്രിപ്റ്റ് പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. 30 ആൻസർ റൈറ്റിംഗ് എക്സസൈസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 എക്സ്പെക്റ്റഡ് എസ്സേ ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡി നോട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ 101 എക്സ്പെക്റ്റഡ് എസ്സേ ടോപ്പിക്സിന് മോഡൽ എസ്സേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിലെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആൻസർ റൈറ്റിംഗ് എക്സസൈസിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ 3 ആൻസർ റൈറ്റിംഗ് എക്സസൈസിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വാല്യുവേഷനും ഫീഡ്ബാക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ഒബ്ജക്റ്റീവ് ഇംഗ്ലീഷിൽ നമുക്ക് 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് വൊക്കാബുലറി, രണ്ടാമത് ഗ്രാമർ. ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വൊക്കാബുലറിക്കാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്. ആദ്യത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീഗൽ വൊക്കാബുലറി ആണ്. ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാം എന്ന് പറഞ്ഞാൽ ലീഗൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ളൊരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ ലീഗൽ വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് റെഗുലറായിട്ട് വരുന്നതാണ്. നല്ല വെയിറ്റേജിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. കഴിഞ്ഞ 2 തവണത്തെ ഒരു പാറ്റേൺ നോക്കുവാണെങ്കിൽ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മേഖലയാണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നല്ല വെയിറ്റേജ് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. മൂന്നാമത്തേത് ഇമ്പോർട്ടൻ്റ് ആണ്, 1 word സബ്സ്റ്റിറ്റ്യൂഷൻസ്. കഴിഞ്ഞ 2 തവണ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് 1 word സബ്സ്റ്റിറ്റ്യൂഷൻസ്. നാലാമത്തേന്ന് പറയുന്നത് വേർഡ് മീനിങ്സ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. സിനിനിംസ് ഉണ്ട്, ആൻറ്റോണിംസ് ഉണ്ട്, വേർഡ് മീനിങ്സ് ഉണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ വൊക്കാബുലറി ബിൽഡ് ചെയ്ത് പോയാൽ മാത്രമാണ് ആദ്യത്തെ 4 ടോപ്പിക്സ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രേസൽ വേർബ്സ് ആണ്. 1-2 ചോദ്യങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അടുത്തത് കളക്റ്റീവ് നൗൺസ് ആണ്. എല്ലാ തവണയും കളക്റ്റീവ് നൗൺസിൽ നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. കളക്റ്റീവ് നൗൺസ് കൂടുതലും ആനിമൽസിൻ്റെ കളക്റ്റീവ് നൗൺസ് ആയിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കൂട്ടം ലയനെ വിളിക്കുന്ന കളക്റ്റീവ് നൗണിൻ്റെ പേരാണ് പ്രൈഡ്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം ആണ്. ഒരു പർട്ടിക്കുലർ നൗൺ തന്നിട്ട് അതിൻ്റെ പ്ലൂറൽ ഫോം എന്താണെന്ന് ചോദിക്കാറുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ക്രൈറ്റീരിയൻ എന്ന് പറയുന്ന വാക്കിൻ്റെ പ്ലൂറൽ ഫോം ആണ് ക്രൈറ്റീരിയ. അടുത്തത് കറക്റ്റ് സ്പെല്ലിങ്സ് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ 1-2 ചോദ്യങ്ങൾ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഫെമിനൈൻ ജെൻഡർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതും തീർച്ചയായിട്ടും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആനിമലിൻ്റെ ഫീമെയിൽ നെയിമും മെയിൽ നെയിമും ഏതാണെന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് ആനിമൽ റിലേറ്റഡ് ആണ് കൂടുതലും വരാറുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ സൗണ്ട് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ചോദിക്കാം സീബ്രയുടെ സൗണ്ട് എന്താണെന്ന് ചോദിക്കാം. അടുത്തതായിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആനിമൽസിൻ്റെ യങ് വൺസിൻ്റെ നെയിംസ് ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഓരോ ചോദ്യമായിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. അടുത്തത് ഹോമോഫോൺ ആണ്. അതിപ്പോൾ നമുക്കറിയാം ഹോമോഫോൺ എന്ന് പറയുന്നത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരേപോലെ സൗണ്ട് ചെയ്യുന്ന എന്നാൽ സെപ്പറേറ്റ് മീനിങ്ങും സെപ്പറേറ്റ് സ്പെല്ലിംഗ് വരാൻ സാധ്യതയുള്ള വാക്കുകളാണ് ഹോമോഫോൺ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് വേർഡ് ഒറിജിൻ ആണ്. ഇപ്പം ഒരു പർട്ടിക്കുലർ വേർഡ് വന്നിട്ട് ആ ഒരു വേർഡിൻ്റെ ആക്ച്വൽ ഒറിജിൻ ഏത് ലാംഗ്വേജിൽ നിന്നാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു മേഖല എന്ന് പറയുന്നത് 2019 അതിന് മുമ്പത്തെ എക്സാംസിനൊക്കെ വന്നിട്ടുള്ളൊരു ടൈപ്പ് ചോദ്യമാണ് റൂട്ട് വേർഡ്സ്. ഒരു പർട്ടിക്കുലർ റൂട്ട് വേർഡിൻ്റെ മീനിങ് എന്താണെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ് വന്നിട്ട് അതിൻ്റെ റൂട്ട് വേർഡ് കണ്ടുപിടിക്കാൻ, അങ്ങനെ പല രീതിയിൽ റൂട്ട് വേർഡ്സും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടുവന്നിട്ടുള്ള വൊക്കാബുലറി ചോദ്യങ്ങൾ. ഇതിലെ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിയിൽ വെയിറ്റേജ് ഉള്ള ഏരിയാസ് ആണ്. ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലീഗൽ വൊക്കാബുലറി കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നോർമൽ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വൊക്കാബുലറി ബുക്കിൽ അധികം കാണാൻ സാധ്യതയില്ലാത്ത ഒരു ടോപ്പിക്കാണ് ലീഗൽ വൊക്കാബുലറി. എന്നിരുന്നാലും ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്.
അതുകൊണ്ടാണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലീഗൽ വൊക്കാബുലറി കവറേജ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കൂടുതൽ കണ്ടന്റ് അതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള ടൈപ്സ് നോക്കുവാണെങ്കിൽ സീരിയൽ നമ്പർ 2 മുതൽ 11 വരെ ഉള്ളത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏതൊരു ഇംഗ്ലീഷ് റെഫറൻസ് മെറ്റീരിയലും കവർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു പല ടൈപ്പുള്ള ആസ്പിറൻസ് ആണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കേരള PSC ആസ്പിറന്റ് ആണെങ്കിൽ സീരിയൽ നമ്പർ 2 to 11 ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്നത് ഏതൊരു ഡിഗ്രി ലെവൽ റാങ്ക് ഫയലിന്റെ ഭാഗമായിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു മെറ്റീരിയലാണ് ഇതുവരെ നിങ്ങൾ റെഫർ ചെയ്ത് പോയിരുന്നത്, ഈ പറയുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ് ആ ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ആ കണ്ടന്റ് നിങ്ങൾ റെഫർ ചെയ്യുക, അത് നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പഠിക്കുക. അതിനുശേഷമാണ് എക്സ്ട്രാ മെറ്റീരിയൽസിലേക്ക് കടക്കേണ്ടത്. സോ അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വന്നിട്ടുള്ള മേഖലയിലെ ഏരിയാസും കോംപ്ലിമെന്റ് ചെയ്ത രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണ് വളരെ ഈസി ആയിട്ട് സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചു പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫ്രീ നോട്ട്സിൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് വൊക്കാബുലറിയും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്യുന്നതാണ്. കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏരിയാസ് ആണ് നമ്മൾ ആദ്യം കവർ ചെയ്ത് പോകുന്നത്. നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതിന് ശേഷം നോർമൽ ആയിട്ടുള്ള ഒരു കേരള PSC റാങ്ക് ഫയലോ അല്ലെങ്കിൽ SSC ബുക്കിലോ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധ്യതയില്ലാത്ത എന്നാൽ ഹൈക്കോടതി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ടൈപ്സ് ആയിരിക്കും നമ്മൾ അതിനുശേഷം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനിയിപ്പം നമുക്ക് ഗ്രാമറിൽ നിന്നും പ്രാക്ടിക്കൽ ഇംഗ്ലീഷിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്സ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2024 പേപ്പറിൽ ഗ്രാമർ നല്ല വെയിറ്റേജ് ഉണ്ടായിരുന്നു. ഏകദേശം 20ഓളം ചോദ്യങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് വന്നതാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ ഗ്രാമർ നല്ല രീതിയിൽ ടച്ച് ചെയ്ത് പോയതാണ്. അതുകൊണ്ട് ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗ്രാമറിലെ ഏതൊക്കെ ടൈപ്സ് ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യം ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗ്രാമർ കൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് സ്ഥിരം വരുന്നതാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നോർമൽ ഗ്രാമർ കൺസെപ്റ്റ്സ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ, ക്വസ്റ്റ്യൻ ടാഗ്സ്, ടെൻസസ്, ജനറൽ ആയിട്ടുള്ള വേർഡ്സിൻ്റെ ഫോംസ്, ക്ലോസസ്, ജെറണ്ട്, റെസിപ്രോക്കൽ പ്രൊനൗൺസ്, അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അടുത്ത വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ടൈപ്പ് ഗ്രാമർ കൺസെപ്റ്റ്സും അതിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും കൂടുതൽ വെയിറ്റേജ് വരാൻ സാധ്യതയുള്ളത് സബ്ജക്ട് വേർഡ് അഗ്രിമെന്റ് എന്ന് പറയുന്ന ഗ്രാമർ ടോപ്പിക്കിൻ്റെ കൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റൂൾസ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇനിയുള്ള ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്നത് 1-2 ചോദ്യങ്ങളായിട്ട് വരുന്ന ചോദ്യങ്ങളുടെ ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ തവണയും കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റിലേക്കുള്ള കൺവേർഷൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടു ഡയറക്റ്റ് സ്പീച്ചിലേക്കുള്ള കൺവേർഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ആക്റ്റീവ് ടു പാസീവ് അല്ലെങ്കിൽ പാസീവ് ടു ആക്റ്റീവിലേക്കുള്ള കൺവേർഷൻസ്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെന്റൻസിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ. അതായത് സെന്റൻസിന്റെ സ്ട്രക്ചർ, ടോണ്, ടൈപ്സ്, കമ്പോണൻസ്, അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുള്ളതാണ് അല്ലെങ്കിൽ 2024 കൂടുതലും വന്നിട്ടുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ക്വസ്റ്റ്യൻസിൽ നിന്നോ ഓപ്ഷൻസിൽ നിന്നോ കോമ്പൗണ്ട് സെൻറ്റൻസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, നെഗറ്റീവ് സെൻറ്റൻസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, സെൻറ്റൻസ് ടോൺ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അടുത്തതൊരു സെൻറ്റൻസിൻ്റെ ഡിഗ്രി ചേഞ്ച് ചെയ്യാനായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നിന്നും പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസണിലേക്ക് മാറ്റാൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ നിന്നും അസേർട്ടീവ് സെൻറ്റൻസിലേക്ക് മാറ്റാനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർ പങ്ക്ച്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ പല രീതിയിൽ സെൻറ്റൻസിൻ്റെ ടൈപ്സ്, സ്ട്രക്ചർ, ഫോംസ് അല്ലെങ്കിൽ അതിൻ്റെ ടോണിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ 2024 വന്നിട്ടുണ്ട്. അടുത്തായിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്നത് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ വന്നിട്ട് അതിലെ വേർബ് ഫ്രേസ് എന്താണ്, അതിലെ ഓക്സിലറി വേർബ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇറഗുലർ വേർബ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചോദ്യം തന്നിട്ട് അതിനുള്ള അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് എന്താണെന്ന് നിങ്ങൾ ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കണം. റെഗുലറായിട്ട് ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്. ഒന്നുകിൽ പല സെൻറ്റൻസുകൾ തന്നിട്ട് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ പല ഭാഗങ്ങൾ തന്നിട്ട് അത് ലോജിക്കൽ ഓർഡറിൽ റീഅറേഞ്ച് ചെയ്യാനുള്ള ചോദ്യങ്ങൾ സ്ഥിരം കണ്ടുവന്നിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത സ്ലൈഡിനകത്ത് അതില്ലായിരുന്നു, നമ്മൾ പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. അതുകൊണ്ട് അടുത്ത സ്ലൈഡിലേക്ക് കടക്കുമ്പോഴേക്കിന് ഈ ഒരു 11th പോയിന്റ് മിസ്സാവുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് ഗ്രാമറിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും വന്നിട്ടുള്ള ചോദ്യങ്ങൾ. ഗ്രാമർ ടോപ്പിക്സ് കവർ ചെയ്യാനും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം സ്ട്രാറ്റജി ആദ്യം ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ റെഗുലറായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് റെഫർ ചെയ്യുന്ന മെറ്റീരിയൽസിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ടൈപ്സിൻ്റെ കൺസെപ്റ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ആ ഒരു മെറ്റീരിയലിൽ നിന്നും ഈ പറയുന്ന ടൈപ്സിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ കൺസെപ്റ്റ്സും നിങ്ങൾ പഠിക്കുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. അതിനുശേഷം അടുത്ത മെറ്റീരിയലിലേക്ക് കടക്കുക. ബുക്ക് ലിസ്റ്റിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, 2019 അതിന് മുമ്പത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസും അതിൽ റെഗുലറായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. 2021 2024 ഈ പറയുന്ന കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല.
എങ്കിൽ പോലും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു മേഖല അതുകൊണ്ട് തന്നെ വീണ്ടും ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കത്തില്ല. സോ മേജർ ടൈപ്സ് ഓഫ് ആസ്പിറൻസ് ഏതൊക്കെയാണ് ഞാൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കേരള PSC, SSC, UPSC. ഓരോ ആസ്പിറൻസിനെ പറ്റി ഒരു 1 ലൈനിൽ പറയുവാണെങ്കിൽ കേരള PSC ആസ്പിറൻസിന് GK ടോപ്പിക്സിൽ ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് നമ്മൾ GK സ്ട്രാറ്റജി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. കാര്യം GK ടോപ്പിക്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് കേരള ബേസ്ഡ് ചോദ്യങ്ങളും സ്ഥിരം വരാറുള്ളതാണ്. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ഇംഗ്ലീഷിലേക്ക് കടക്കുമ്പോഴേക്കും SSC ആസ്പിറൻസിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യം ആ ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് ചില ഏരിയാസിൽ കേരള PSCയെക്കാളും കുറച്ചും കൂടെ മേളിലാണ്. ഇനിയിപ്പോൾ UPSC ആസ്പിറൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ഡിസ്ക്രിപ്റ്റീവ് വളരെ ഈസി ആയിരിക്കും. കാര്യം അവർ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ആ ഒരു ലെവലിനേക്കാൾ 1-2 സ്റ്റെപ്പ് താഴെയാണ് ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിൻ്റെ ഡിസ്ക്രിപ്റ്റിൻ്റെ ചോദ്യങ്ങളുടെ ലെവൽ. അതുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് അവർക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഒബ്ജക്റ്റീവ് ടോപ്പിക്സിലേക്ക് കടക്കുമ്പോഴേക്കിന് UPSC ആസ്പിറൻസിന് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. നേരെ മറിച്ച് കേരള PSC ആസ്പിറൻസിനും അതുപോലെ SSC, RRB, ബാങ്ക് ആസ്പിറൻസ് പോലുള്ള ആസ്പിറൻസിനും ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ ഒരു എക്സ്ട്രാ ഫോക്കസ് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഡിസ്ക്രിപ്റ്റീവ് ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ്റെ ആവശ്യം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. സോ ബുക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. മാക്സിമം ലിസ്റ്റ് കുറയ്ക്കാനാണ് ഞാനിവിടെ ശ്രമിച്ചത്. സോ ഒരു ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ ഗ്രാമറും വൊക്കാബുലറിയും ഒരേപോലെ അത്യാവശ്യം കവർ ചെയ്യുന്ന ഒരു എക്സ്ട്രാ റെഫറൻസ് മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത് SP ബക്ഷിയുടെ ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ബുക്കാണ്. ഒരുപാട് ഏരിയാസ് നല്ല കോംപ്രിഹെൻസീവ് ആയിട്ട് അത് കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഏതൊരു റെഫറൻസ് മെറ്റീരിയൽ എടുക്കുമ്പോഴും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നോക്കും. ആ ഒരു പർട്ടിക്കുലർ ഏരിയ ആ റെഫറൻസ് മെറ്റീരിയൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ നോട്ട്സിലൂടെയും ഫ്രീ മെറ്റീരിയൽസിലൂടെയും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കവർ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു SP ബക്ഷിയുടെ ജനറൽ ഇംഗ്ലീഷിനകത്ത് ഗ്രാമറും കവർ ചെയ്യുന്നുണ്ട്, വൊക്കാബുലറിയും ഒരു പരിധി വരെ കവർ ചെയ്യുന്നുണ്ട്. വൊക്കാബുലറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസാണ്. എല്ലാ ചോദ്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വൊക്കാബുലറി ബുക്ക് കിട്ടുക എന്ന് പറയുന്നത് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. മാക്സിമം ഏരിയാസ് കവർ ചെയ്യാൻ നിങ്ങൾ എഫേർട്ട് എടുക്കുക. 10 ചോദ്യം ഉണ്ടെങ്കിൽ ഒരു 7 ചോദ്യമെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റിയാൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോൾ ലോങ് ടേം ആയിട്ട് വൊക്കാബുലറി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാര്യം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ആവശ്യത്തിന് സമയമുണ്ട്. ഇപ്പോൾ ലോങ് ടേം ആയിട്ടുള്ളൊരു വൊക്കാബുലറി ബിൽഡിംഗ് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെറ്റീരിയലാണ് നോർമൻ ലൂയിസിൻ്റെ വേർഡ് പവർ മെയ്ഡ് ഈസി എന്ന് പറയുന്ന ബുക്ക്. ഈ റൂട്ട് വേർഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വൊക്കാബുലറി ബിൽഡ് ചെയ്ത് പോകുന്ന ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ മെറ്റീരിയലാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ്. ഒബ്ജക്റ്റീവ് ടോപ്പിക്സിൻ്റെ കവറേജിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെഫർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ നോട്ട്സ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ നമ്മൾ കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് റെഗുലർ ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് പോകുകയാണ്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഏരിയാസ് നമ്മൾ കവർ ചെയ്യുന്ന രീതിയിൽ മാക്സിമം നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എല്ലാ തവണ നമ്മൾ പറയാറുള്ളതാണ്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റ് ആസ്പിറൻസിന് ഷെയർ ചെയ്യുക. കാര്യം നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു.